അങ്ങനെ രണ്ടാംഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് ബീഹാർ. നാളെ രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിക്കും. ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് മുന്നണികൾക്ക് ഉള്ളത്. നമ്മൾ ബീഹാറിലേക്ക് പോവുകയാണ്. ബീഹാറിലെ പട്നയിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഇപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ ബീഹാറിന്റെ തന്നെ ചരിത്രത്തിലെ വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് മുന്നണികൾ പങ്കുവെക്കുന്ന പ്രതീക്ഷകൾ? ഏതൊക്കെ പ്രമുഖർ ജനവിധി തേടുന്നു? രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെയാണ് ബീഹാറിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ? ശ്രീനാഥ്. ഉന്മേഷ്, ചരിത്രപരമായ പോളിംഗ് ആണ് ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. 65% മുകളിലേക്ക് പോളിംഗ് പോയി എന്നത് ഔദ്യോഗികമായി തന്നെ ഇന്നിപ്പോൾ അന്തിമ കണക്ക് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് ആരെ തുണയ്ക്കുമെന്ന കാര്യത്തിലാണ് മുന്നണികൾക്ക് വലിയ ആശയക്കുഴപ്പമുള്ളത്. രണ്ടുപേരും അത് ഞങ്ങളെ തുണയ്ക്കുന്നുണ്ട് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ആവട്ടെ, പ്രിയങ്ക ഗാന്ധി ആവട്ടെ, അവരൊക്കെ തന്നെ മഹാസഖ്യത്തിനോ NDAയ്ക്കോ അനുകൂലമാണ് സ്ഥിതി എന്ന തരത്തിൽ പ്രസംഗിക്കുമ്പോൾ പോലും അതിന്റെ ഒരു അടിയൊഴുക്ക് ഏത് തരത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇവർക്കില്ല. ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ, ബീഹാറിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ 5% മുകളിൽ പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരമായി മാറിയിട്ടുണ്ട്. പക്ഷേ 2005 അന്ന് 16% പോളിംഗ് കുറഞ്ഞപ്പോൾ അന്ന് നിലവിലെ സർക്കാരിന് അധികാരം പോവുകയും അവിടെ നിതീഷ് കുമാർ അധികാരത്തിലേക്ക് വരികയും ഒക്കെ ചെയ്ത ചരിത്രം അവിടെയുണ്ട്. അങ്ങനെ 5% മുകളിൽ പോളിംഗ് വന്നാൽ ഭരണവിരുദ്ധ വികാരം എന്നതിൽ വിശ്വസിക്കുകയാണ് മഹാസഖ്യം. എന്നാൽ അതല്ല നിലവിലെ സാഹചര്യത്തിൽ എന്നത് NDAയും പ്രതീക്ഷയോടെ കാണുന്നു. ജൻസുരാജ് പാർട്ടിയുടെ ഒരു സാന്നിധ്യം ഇത്തവണ വോട്ടിംഗിൽ പ്രതിഫലിച്ചു എന്നത് ജൻസുരാജ് പാർട്ടി ഒരു അവകാശവാദമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള നടപടികളുടെ ഒരു പ്രതിഫലനമാണ് പോളിംഗ് ശതമാനത്തിൽ കണ്ടത് എന്ന രീതിയിലാണ് അവർ അതിനെ സ്വീകരിക്കുന്നത്. ആ ഒരു പോളിംഗ് ശതമാനത്തെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും കൂട്ടലും കിഴിക്കലിനും ഒന്നും ഇനിയിപ്പോൾ അധിക സമയമില്ല. നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം, രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. നാളെയും ദേശീയ നേതാക്കളുടെ ഒരു കൂട്ടത്തെ നമ്മൾ സംസ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP എല്ലാവരെയും, അവർക്ക് ലഭ്യമായ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും കളത്തിൽ ഇറക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ, യോഗി ആദിത്യനാഥും രാജ്നാഥ് സിംഗും അടക്കമുള്ള ആളുകളുണ്ട്. കോൺഗ്രസ് ആവട്ടെ, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല, നാളെ രാഹുൽ ഗാന്ധി കൂടി എത്തുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രമുഖരൊക്കെ തന്നെ കോൺഗ്രസിന് വേണ്ടി പ്രചാരണ രംഗത്ത് ഉണ്ടാകും എന്നത് ശ്രദ്ധേയമാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് അമിത്ഷായ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു വെച്ചിട്ടുണ്ട്. അമിത്ഷാ പട്നയിലെ മൗര്യ ഹോട്ടലിൽ ചില ആളുകളെ രഹസ്യമായി കാണുന്നുണ്ട്. അത് ഏതോ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നുള്ള രീതിയിലാണ് പവൻ ഖേര, കോൺഗ്രസിന്റെ നേതാവ്, മാധ്യമ വക്താവ് കൂടിയായ അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. ഇവിടുത്തെ CCTVകളും മറ്റും ഈ രഹസ്യ യോഗത്തിന്റെ സമയത്ത് പേപ്പർ കൊണ്ട് മറയ്ക്കുന്നു എന്നൊരു ആരോപണം കൂടി ഇന്നിപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. വോട്ട് കൊള്ള ആരോപണത്തിന് പുറമെയാണ് പുതിയൊരു ആരോപണം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കാൻ ഏതാനും ഒരു ദിവസത്തെ മാത്രം, ഒരു 1-2 ദിവസത്തെ മാത്രം ഒരു ഗ്യാപ്പുള്ള സമയത്ത് ഉന്നയിക്കുന്നത്. ഉന്മേഷ്, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് ബീഹാറിലെ പട്നയിൽ നിന്ന് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.